തൃശൂരിൽ ബൈക്ക് യാത്രികർക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം. ആശാവർക്കറായ യുവതിക്ക് പരിക്കേറ്റു. ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന കാര്യക്കടവ് സ്വദേശി ബീനയ്ക്കാണ് പരിക്കേറ്റത്. ബൈക്കിന് ചേട്ടൻ ഇറങ്ങാൻ പറഞ്ഞു, ഇറങ്ങി ഓടാൻ പറഞ്ഞു. പക്ഷെ ഞാൻ 2 പ്രാവശ്യം മൂക്കുത്തി വീണു, എന്റെ കൈ കാലൊക്കെ തളർന്നു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല, എന്നെ വന്ന് തട്ടി എന്നുള്ളത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല എന്തുണ്ടായിരുന്നു. രാവിലെ ഒരു 8 മണി 8:15 എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പൊ അവിടേക്ക് പോവാന് ആശാവർക്കറാണ്. അനീഷ് ആന്റണിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനീഷ്, ആശാവർക്കറായ യുവതിക്ക് നേരെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയായിരുന്നു സംഭവം? അവരെങ്ങനെ രക്ഷപ്പെട്ടു? ഇന്ന് രാവിലെ ഏകദേശം ഒരു 8:15 ഈ സംഭവം. ഭർത്താവുമൊത്ത് ഈ ബീന ആശാവർക്കറാണ്, കോടാലി ആശുപത്രിയിലെ ജീവനക്കാരിയാണ്. ജോലിക്ക് പോകുന്നതിനിടെയാണ് കാട്ടാന, ഒറ്റയ്ക്ക് വന്ന ഒരു ആന ഇത്തരത്തിൽ ഇവരെ ആക്രമിച്ചത്. ബൈക്കിന് പുറകിലായിരുന്നു ബീന സഞ്ചരിച്ചിരുന്നത്. ആന അടുത്തെത്തി തുമ്പിക്കൈ കൊണ്ട് പുറകിൽ നിന്നും അടിച്ച് ആന ഈ ബീനയെ റോഡിലേക്ക് വീഴ്ത്തുകയായിരുന്നു. മുഖം കുത്തിയാണ് ബീന വീണതെന്ന് ബീന തന്നെ പറയുന്നുണ്ട്. ഈ സംഭവത്തിന് ശേഷം തൽക്ഷണം ബീനയുടെ ബോധം നഷ്ടപ്പെട്ടു. ഭർത്താവും ഈ ആനയുടെ ആക്രമണത്തിൽ ബൈക്കിൽ നിന്ന് വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ ഭർത്താവിന് കാര്യമായി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ബീനയുടെ ബോധം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ സമയത്ത് ഭർത്താവ് ഒച്ചയിട്ട ആനയെ അവിടെ നിന്നും തുരത്തിയത്. ഓളിയും ബഹളം വെച്ച ശേഷം ആന അവിടെ നിന്നും പിന്മാറുകയായിരുന്നു. ഈ സംഭവം നടക്കുന്നത് ഈ കാര്യക്കടവ് ഭാഗത്തുള്ള ഒരു റബ്ബർ എസ്റ്റേറ്റിന് സമീപത്ത് വെച്ചാണ്. പിന്നീട് അവിടെയുള്ള നാട്ടുകാരുടെ സഹായത്തോടെ ബീനയെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ബീനയ്ക്ക് മുഖത്തും തോളിലും ശരീരത്തിന്റെ പല ഭാഗത്തും വീണതിന്റെ തുടർന്നുണ്ടായ പരിക്കുകളുണ്ട്, ചതവുകളുണ്ട്. സ്വബോധം നഷ്ടപ്പെട്ട നിലയിലാണ് ബീനയെ ഈ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. ബീന ഇപ്പോഴും ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഡോക്ടർമാരുടെ ചികിത്സയ്ക്ക് ശേഷമാണ് ബീനയ്ക്ക് സ്വബോധം തിരിച്ച് ലഭിച്ചത്. എന്തായാലും ബീന ഈ സംഭവം വളരെ ഭീതിജനകമായാണ് നോക്കിക്കാണുന്നത്. പുറകിൽ നിന്നും ആന പെട്ടെന്ന് വന്ന് അടിക്കുകയായിരുന്നു. ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത് ഈ മേഖലയിൽ സ്ഥിരമായി കാട്ടാന, ഒരു 30-ലധികം കാട്ടാനകൾ ഈ മേഖലയിൽ തമ്പടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ മേഖലയിലുള്ളവർക്ക് രാവിലെ 10 മണിക്ക് ശേഷം മാത്രമേ പുറത്തിറങ്ങാനാകൂ. മാത്രമല്ല വൈകിട്ട് 5 മണിക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങാനാകാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടെന്നാണ് പ്രദേശവാസികൾ ഒന്നടങ്കം പറയുന്നത്. ഈ ഭാഗത്തുള്ള ഫോറസ്റ്റ് സ്റ്റേഷൻ നേരത്തെ ആന ഇറങ്ങുകയാണെങ്കിൽ ശബ്ദമുണ്ടാക്കി ആനകളെ തൊടുത്താൻ ഉള്ള സംവിധാനമുള്ള ഒരു വാഹനം ഉണ്ടായിരുന്നു. പക്ഷെ 1 വർഷമായി ഈ വാഹനം ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്നില്ല എന്നാണ് ഏറ്റവും കുറ്റകരമായ രീതിയിൽ പ്രദേശവാസികൾ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തുന്നത്. മാത്രമല്ല RRT സംഘങ്ങൾ പേരിന് മാത്രം 3-4 പേരെ ഈ ഭാഗത്ത് ജോലിക്ക് വെച്ചിട്ടുണ്ടെങ്കിലും ഈ 4 പേരുടെ പ്രയത്നം കൊണ്ടൊന്നും ആന തിരികെ പോകുന്ന അല്ലെങ്കിൽ കാട്ടാനയുടെ ശല്യം ഒഴിവാകുന്ന ഒരു സാഹചര്യം മേഖലയിലില്ല. RRT അംഗങ്ങളെ കൂടുതൽ ഈ മേഖലയിൽ വിന്യസിക്കണം എന്നാണ് പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. എന്തായാലും പല നാരിഴക്കാണ് ബീന കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് ജീവൻ തിരിച്ചു ലഭിച്ച് രക്ഷപ്പെട്ടത്. എന്തായാലും ബീന ഇപ്പോൾ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അനീഷ്, ഇത് ഈ പ്രദേശം വനാതിർത്തിയോട് ചേർന്നുള്ള പ്രദേശമാണ്. അനീഷിനെ സൂചിപ്പിച്ചു, അവിടെ നാട്ടുകാർ പറയുന്നു ഒട്ടേറെ കാട്ടാനകൾ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് എന്ന് പറയുന്നു. അതിന് നടപടികളുമില്ല, ഇവയെ ഓടിക്കാനുള്ള നടപടികളുമില്ല. എത്രമാത്രം അനാസ്ഥയാണ് ഈ മേഖലയിൽ കാണുന്നത്? തീർച്ചയായും നമുക്കറിയാം, തൃശ്ശൂരിന്റെ മലയോര മേഖലയിൽ നിന്ന് അനുദിനം, ഇപ്പോൾ നമുക്കറിയാം ചാലക്കുടി, അതിരപ്പള്ളി, മലക്കപ്പാറ മേഖലയിൽ ഉൾപ്പെടെ അനുദിനം കാട്ടാനകളും അതുപോലെ പുലിയുടെ ആക്രമണമുള്ള വാർത്തകൾ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ദിനം പ്രതി എന്നോണം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പരിയാരം ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലാണ് ഇപ്പോൾ ഇന്നുണ്ടായ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. പരിയാരം ഫോറസ്റ്റ് റേഞ്ചിൽ ഉൾപ്പെട്ട പ്രദേശമാണ് ഈ കാരിക്കടവ് എന്ന് പറയുന്നത്. നമുക്കറിയാം, രാവിലെ 8-8:15 ജോലിക്ക് പോകുന്ന സമയത്ത് പോലും കാട്ടാനയുടെ സാന്നിധ്യമുള്ള മേഖലയാണ്. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 30-ലധികം ആനകൾ തമ്പടിച്ച് സ്ഥിരമായി ആനകളുടെ സാന്നിധ്യമുള്ള മേഖലയാണ്. അവിടെ RRT അംഗങ്ങളെ ശക്തിപ്പെടുത്തുക, ആദിവാസി മേഖല കൂടിയാണ് ഇത്. ആദിവാസികൾക്ക് ഉൾപ്പെടെ, ഈ തോട്ടം തൊഴിലാളികൾക്ക് ഉൾപ്പെടെ രാവിലെ 10 മണി കഴിയാതെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം. മാത്രമല്ല വൈകിട്ട് 5 മണിക്ക് മുൻപായി ഇവരെല്ലാവരും വീട്ടിലേക്ക് എത്തണം. ഈ രാവിലെ 10 മണിക്ക് മുൻപും വൈകിട്ട് 5 മണിക്ക് ശേഷവും കാട്ടാനകളെ സ്ഥിരം സാന്നിധ്യമുള്ള മേഖല. ഭീതിയോടെയാണ് ഈ മേഖലയിലുള്ള ജീവനക്കാർ, തോട്ടം തൊഴിലാളികളും അതുപോലെ ഇപ്പൊ നമ്മൾ പറഞ്ഞ ആരോഗ്യ മേഖലയിലുള്ള ജീവനക്കാരും നാട്ടുകാരും ഉൾപ്പെടെ കഴിയുന്നത്. ജോലിക്ക് പോകാൻ പോലും കഴിയാത്തത്ര ദുഷ്കരമാണ് ഇവിടുത്തെ ജീവിതം ഈ ആന മൃഗ ശല്യത്താൽ എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. RRT അംഗങ്ങളെ കൂടുതൽ ഈ മേഖലയിൽ വിന്യസിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. മാത്രമല്ല, ആനകൾ വരുമ്പോൾ ഇവരെ തുരത്താനുള്ള ശബ്ദമുണ്ടാക്കുന്ന രീതിയിലുള്ള വാഹനം ഉണ്ടായിരുന്നു. 1 വർഷമായി ഈ വാഹനം
ഇവിടെ പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ഒരു കുറ്റപ്പെടുത്തൽ കൂടി പ്രദേശവാസികൾ വനംവകുപ്പിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. ജിജി. ശരി അനീഷ്.